നമ്മുടെ ബയോളജിക്കൽ ഏജ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതിനൊരു വഴിയുണ്ട്. സിമ്പിൾ ടെസ്റ്റാണ്. 1 ലെഗ് സ്റ്റാൻഡിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കതൊന്ന് പരിശോധിക്കാം. ബാലൻസ്. അപ്പോൾ ഈ ബാലൻസ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ബയോളജിക്കൽ ഏജിനെ ഒരു മാർക്കറായിട്ട് ഉപയോഗിക്കും, ഒരു ഇൻഡിക്കേറ്ററാണ്. റീസെൻറ്റ് റിസർച്ചിൽ നമുക്ക് ഒറ്റക്കാലിൽ എത്രത്തോളം നിൽക്കാൻ പറ്റുന്നു എന്നുള്ളത് ആശ്ചര്യം എന്ന് പറയട്ടെ, അതൊരു നമ്മുടെ ബയോളജിക്കൽ ബോഡിയുടെ ഒരു ഏജിനെ കാണിക്കുന്ന ഒരു നല്ല ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ഈ ബാലൻസ് എന്ന് പറയുന്നത് നമ്മുടെ മസിൽ സ്ട്രെങ്ത്ത് കൊണ്ട് ഉണ്ടാകുന്ന സംഭവം മാത്രമല്ല, എല്ലാവർക്കും അറിയാൻ തോന്നും. ബാലൻസിന് മൾട്ടിപ്പിൾ സിസ്റ്റം ആവശ്യമാണ്. ന്യൂറോ സിസ്റ്റം, വിഷൻ, ഇന്നർ ഇയർ, സെൻസറി റിസെപ്റ്റേഴ്സ്, അങ്ങനെ മൾട്ടിപ്പിൾ സിസ്റ്റംസ് എല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് ബാലൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ഉള്ളത് എന്താ വെച്ചാൽ, ഈ വീണ്ടും മറ്റൊരു സ്റ്റഡിയിൽ നമ്മുടെ ശരീരത്തിൽ വലിയ തോതിൽ ബോഡി കെമിസ്ട്രി മാറ്റം വരുന്ന 2 പ്രായങ്ങളാണ് 44 വയസ്സും 60 വയസ്സും. ഈ 2 ഏജിൽ നമുക്ക് കാര്യമായി ശ്രദ്ധേയമായിട്ട് വലിയൊരു ഇടിവ് നമ്മുടെ സിസ്റ്റത്തിൽ കാണാൻ പറ്റും, ഡ്രോപ്പ്. അപ്പോൾ ഈ ശരീരവും ബ്രെയിനൊക്കെ ഏജിങ് അതിൻ്റെ ഏജിങ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, അപ്പോൾ അതിനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു സിമ്പിൾ ടെസ്റ്റാണ് ഒറ്റക്കാലിൽ നിന്ന് ഉള്ള ടെസ്റ്റ്. അപ്പോൾ ഒറ്റക്കാലിൽ നിൽക്കുമ്പോൾ എത്ര നേരം നിൽക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്, ബാലൻസ് നഷ്ടപ്പെടാതെ. മയോ ക്ലിനിക്കിൻ്റെ മറ്റും റിസർച്ചിൽ നമുക്കിത് എത്രത്തോളം ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മുടെ ന്യൂറോ മസ്കുലർ ഹെൽത്തിനെയും ബയോളജിക്കൽ ഏജിനെയും പരസ്പരം ബന്ധപ്പെടുത്തുന്ന വസ്തുതയാണ്. അപ്പോൾ നമുക്കധികം നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ സിസ്റ്റമിക് ഏജിങ്ങിൻ്റെ ഒരു എയർലി സൈനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉദാഹരണത്തിന് ഒരു 40-49 വയസ്സിനിടയിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കണ്ണ് തുറന്ന് ഒറ്റക്കാലം നിൽക്കാമെന്ന് വിചാരിക്കുക. ആൻ ആവറേജ് ഒരു മിനിറ്റെങ്കിലും നിൽക്കാൻ പറ്റണം. പക്ഷേ അദ്ദേഹത്തിന് അതിൽ കൂടുതൽ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, 2 മിനിറ്റൊക്കെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്തി റേഞ്ചാണ്. അതിന് മേലെ ആണെങ്കിൽ എക്സലൻറ്റ്. പക്ഷേ ഒരു 20 സെക്കൻഡ് വരെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ പുവർ ബാലൻസിനെ പറ്റി കുറച്ച് ഹിൻഡ് നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു 10 സെക്കൻഡ് പോലും നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്, ഒറ്റക്കാലിൽ ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല. അതിനകത്ത് കുറച്ച് വാർണിംഗ് സൈൻ ഉണ്ട്. കാരണം ബാലൻസ് മോശമാണെങ്കിൽ വീഴാനുള്ള റിസ്ക് കൂടുതലാണ്. കൂടാതെ മറ്റ് ഏജ് റിലേറ്റഡ് പ്രശ്നങ്ങളും ഉണ്ട് അതിനകത്ത്. കാരണം ബാലൻസ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കലായുള്ള ഒരു റീഡിങ് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ ഓവറോൾ സിസ്റ്റം, ബ്രെയിൻ ഹെൽത്ത്, സെൻസറി, ന്യൂറൽ സിസ്റ്റം, മറ്റ് കോർഡിനേറ്റിംഗ് ഫാക്ടേഴ്സ് എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് മസിൽ ലോസ് മാത്രമല്ല. വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമുക്കിപ്പോൾ ഒറ്റക്കാലിൽ നിൽക്കുമ്പോൾ കണ്ണ് തുറന്ന് നമുക്ക് എത്ര നിൽക്കാൻ പറ്റുമെന്ന് നോക്കുക, കണ്ണടച്ചിട്ട് എത്ര നിൽക്കാൻ പറ്റുമെന്ന് നോക്കുക. ചിലർക്ക് കണ്ണടയ്ക്കുമ്പോൾ ഒരു കുറച്ച് സെക്കൻഡുള്ളിൽ തന്നെ ബാലൻസ് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ബാലൻസിന് വിഷൻ്റെ എയ്ഡ് വളരെ സഹായകരമാണ്. അപ്പോൾ അതും കൂടി നോക്കുക, വിത്ത് ഐസ് ഓപ്പൺ ആൻഡ് വിത്ത് ഐസ് ക്ലോസ്ഡ്, ഒരു ഹെൽത്തി ആയിട്ടുള്ള റേഞ്ചിൽ ചെയ്യാൻ സാധിക്കണം. അതുപോലെ വേറൊരു കാര്യം, നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് വശമുള്ള ഒരു കാലുണ്ടാവും, ഡോമിനൻ്റ് ലെഗ്. വശമുള്ള കാലിൽ എത്രയും ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക, വശമില്ലാത്ത കാലിൽ എത്ര നേരം ചെയ്യാൻ പറ്റും എന്ന് നോക്കുക.
ഒരു 60 വയസ്സ് മേലെയൊക്കെ ഉള്ളവർക്ക് വശമില്ലാത്ത കാലിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു 3 സെക്കൻഡ് 5 സെക്കൻഡ് കൊണ്ടൊക്കെ ബാലൻസ് പോവുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ബാലൻസ് മോശമാണ്. അതിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും വിചാരിക്കുന്ന പോലെ തന്നെ അതിനും 1 സെക്കൻഡ്. അതിനും ഈ ബാലൻസിന് ഇമ്പ്രൂവ് ചെയ്യുന്ന ബാലൻസിന് സ്പെസിഫിക് ആയുള്ള എക്സസൈസുകളുണ്ട്, സ്ട്രെങ്ത് ട്രെയിനിങ് ഉണ്ട്. അതുവഴിയൊക്കെ നമുക്ക് ഈ ബാലൻസിങ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഏത് സംഭവം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആയെന്നല്ല. എന്ന് പറഞ്ഞപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് എക്സാമിന് പഠിക്കുമ്പോൾ, ആ ടെസ്റ്റിന് വേണ്ടി പഠിക്കുമ്പോൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ അതിൻ്റെ അർത്ഥം നമുക്ക് ആ സബ്ജക്റ്റ് പൂർണ്ണമായിട്ടും നമ്മൾ മാസ്റ്റർ ചെയ്യുന്നതല്ലല്ലോ. അതുപോലെ തന്നെ ബാലൻസിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്കില്ല് നമുക്ക് നമ്പർ കൂട്ടിയെടുക്കാൻ പറ്റും. അതിൻ്റെ അർത്ഥം ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതല്ല. പകരം ഹെൽത്തിന് നമുക്ക് എപ്പോഴും ഒരു ഹോളിസ്റ്റിക്കായുള്ള അപ്രോച്ച് വേണം. നമ്മൾ കഴിക്കുന്നതും കാണുന്നതും അതിലെല്ലാം ഒരു ഹോളിസ്റ്റിക്കായുള്ള അപ്രോച്ച് ഉണ്ടെങ്കിൽ ഓവറോൾ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുള്ളൂ. ഇത് ബേസിക്കലി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബാലൻസിൻ്റെ ഹെൽത്ത് അറിയാൻ വേണ്ടിയിട്ടും ബയോളജിക്കൽ ഡീകെ അറിയാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞു വരുന്നത്, ഒരു 60 വയസ്സുള്ള ഒരാൾക്ക് ഈ ബാലൻസ് ടെസ്റ്റ് നടത്തുമ്പോൾ ഒരു 80 വയസ്സുള്ള ആൾ പോലെ ഡ്രോപ്പ് ആവാൻ പാടില്ലല്ലോ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചെയ്യണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. എത്രയൊക്കെയാണെങ്കിലും ബാലൻസ് നമുക്കൊരു പ്രായത്തിൽ ഗ്രാജുവലി കുറയും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഇതുപോലത്തെ സിമ്പിൾ ടെസ്റ്റുകൾ പീരിയോഡിക്കായിട്ട് ചെയ്യണത് നല്ലതാണ്. ടേക്ക് അവേ ആയിട്ട് എനിക്ക് കുറച്ച് ചിന്തകളും ചോദ്യങ്ങളും ഉണ്ട്, നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ 1 ലെഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്, 1 ലെഗ് സ്റ്റാൻഡിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേറ്ററാണ് നമ്മുടെ ബയോളജിക്കൽ ഏജിൻ്റെ ബാലൻസിൻ്റെ ഒക്കെ. ഓക്കെ. പിന്നെ സീനിയർ ഏജിൽ നമുക്ക് വീഴാനുള്ള റിസ്ക് കൂടുതലാണ്. അങ്ങനെ വീണ് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് മൊത്തം വീക്കായി പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടാവുക. പ്രത്യേകിച്ച് ഹിപ്പ് ഫ്രാക്ചറൊക്കെ മിക്കവാറും ആ വ്യക്തിയെ ജീവിതകാലം മുഴുവനും, ശേഷിക്കുന്ന കാലം കിടപ്പ് രോഗിയാക്കി കളയും. ചില കേസല്ല, ഹയർ ചാൻസ് ഉണ്ട് 1 വർഷത്തിനുള്ളിൽ തന്നെ വ്യക്തി മരണത്തിന് കീഴ്പ്പെടുന്ന ഒരു അവസ്ഥയും കൂടി ഹിപ്പ് ഫ്രാക്ചറിൽ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബാലൻസിൽ വർക്ക് ചെയ്യേണ്ടത് സീനിയർ ഏജിൽ പ്രത്യേകിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പാരൻസിനെയൊക്കെ അത് ബോധ്യപ്പെടുത്തുകയും അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യണം. പിന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന എക്സസൈസാണ് സ്ക്വാട്ട്. നമ്മൾ മുട്ടുമടക്കി ഇരുന്നിട്ട് എഴുന്നേൽക്കുന്നതാണല്ലോ സ്ക്വാട്ട്. ആ ദിവസം ഒരു 12 എണ്ണം ചെയ്തിട്ട് ചെറിയൊരു റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും 2 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി സ്ക്വാട്ട് സഹായിക്കും. പിന്നെ നടക്കുന്നതും സീനിയർ ഏജിന് നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കാലിൻ്റെ മുട്ടിന് താഴെയുള്ള മസിൽ, മുട്ടിന് മേലെയുള്ള മസിൽ, നമ്മുടെ ബട്ടക്സിൻ്റെ മസിൽ, ഇതിനെല്ലാം സ്ട്രോങ് ആക്കും. അപ്പോൾ സ്ക്വാട്ടും നന്നായിട്ട് നടക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ തട്ടിയാൽ തന്നെ അവർ പെട്ടെന്ന് വീഴുകയും ചെയ്യില്ല. പിന്നെ യോഗ ഇഷ്ടമുള്ളവർക്ക് വളരെ നല്ലതാണ്. യോഗയിൽ ഈ ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാനും ബാലൻസ് സ്ട്രെങ്തൻ ചെയ്യാനും മസിൽ സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. കൂടാതെ യോഗ നമുക്ക് ഇച്ചിരി ബോഡിക്ക് ഒരു പോസ്ചർ അപ്രൈറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. അപ്പോൾ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കിപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇപ്പോൾ ഒറ്റക്കാലിൽ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും പ്രത്യേകിച്ച്. അപ്പോൾ ചെയ്യാവുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പല്ല് കഴിക്കുമ്പോൾ എന്തായാലും 2 മിനിറ്റ് 3 മിനിറ്റ് എടുക്കില്ല. ആ സമയത്ത് നിങ്ങൾ ഒറ്റക്കാലിൽ നിന്നിട്ട് ഇപ്പോൾ ബ്രഷ് ചെയ്യുകയാണെങ്കിൽ ബ്രഷിങ് നടക്കും, കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇച്ചിരി എളുപ്പം. അല്ലാതെ നമ്മൾ നിൽക്കുമ്പോൾ ബോറടിച്ച് നിർത്തും. ഓക്കെ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോ പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെ എനിക്കും നിങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചതിന് സഹായമാവും അത്. ഓക്കെ.
ഡിസ്ക്ലൈമർ വായിക്കണം. വളരെ നന്ദി. യു ടേക്ക് കെയർ.